അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല. ഞാനത് മുകളിലത്തെ ആദ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തൊക്കെ ആദ്യം നല്ല നല്ല കമന്റുകൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ അതെ അതെ നമ്മളെ ചൊറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തെങ്കിലും. ബാഡ് കമന്റ്സിലും കൂടുതൽ നല്ല കമന്റ് ആട്ടോ. അതെ അതെ നല്ല ആൾക്കാരും നന്നായിട്ട് നല്ല കമന്റ് ചെയ്യുന്നവരുണ്ട്. അതെ, ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു. നല്ല തുടക്കം. കൂടുതൽ എനിക്ക് തോന്നുന്നു സജിത്തിനെയാണ് കൂടുതൽ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ജീവിതം കൊടുത്തു അതെ അതെ അതെ. കമന്റുകള്. ഇപ്പോൾ കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെഗറ്റീവ് കമന്റ്സിൽ തന്നെ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് എങ്ങനെയായിരിക്കും, അതൊക്കെയാണ്. അതായത് എനിക്കൊന്ന് പച്ചയായി ചോദിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ആഫ്റ്റർ കേൾക്കുവാണെങ്കിൽ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കും? അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇടപെടുന്നത്. അതിലൊന്നും ഞങ്ങളൊന്നും അഭിപ്രായം പറയാൻ പോകില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. ഇപ്പം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകില്ല. അവർ നമ്മുടെ അന്വേഷിക്കാൻ വരണ്ട. പക്ഷെ കമന്റ് ഇടായിരിക്കും, അവർക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അതെ അതെ. അത് പ്രതികരിക്കാൻ നിന്നാ പിന്നെ നമുക്ക് അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് ഉണ്ട്. അതെ, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ മാരേജ് കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അതെ. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിലപ്പോൾ റിലേഷനിലുള്ളവരുണ്ടായിരിക്കാം, പുറത്തു പറയാൻ പേടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പൊ എല്ലാവരും സജിത്തിനെ പോലെ ധൈര്യത്തോടെ കടന്നു വരണം എന്നില്ലല്ലോ. അതെ അതെ, സപ്പോർട്ട് ഇല്ലാന്ന്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് വീട്ടുകാരോട് തുറന്നു പറയണം. നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്തും നേടാൻ പറ്റില്ല. വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റൊക്കെ കുറച്ച് ഇതാക്കുമായിരിക്കും, പിന്നീട് അവരും സ്വന്തം മക്കളല്ലേ, അവരെന്തായാലും അംഗീകരിക്കും എന്നാണ് എൻ്റെ ഒരു. അങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റെല്ലയുടെ ഇപ്പോൾ സർജറി ഒക്കെ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എല്ലാം ഓക്കെ ആണ്, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ സ്വയം പറയൂ, എന്താണ് സജിത്ത്, എന്താ പരിപാടികളൊക്കെ? കോൺടാക്ട് വർക്കാണ്. ഓക്കെ. മലപ്പുറത്ത് തന്നെയാണ്. ഞാനിപ്പോ തലശ്ശേരി ആയിരുന്നു അന്നൊക്കെ കല്യാണത്തിന് കുറച്ച് മുന്നേ. പിന്നെ പ്രോഗ്രാംസ് ഡാൻസ് ആണ്, പിന്നെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇനിയിപ്പോ നോക്കണം. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ആഫ്റ്റർ മാരേജ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ? ഓക്കെ. ഇവിടെയാണ് കേട്ടോ, മലപ്പുറത്താണ് കൂടുതലും പ്രോഗ്രാംസ് വരുന്നത്. കൊച്ചിയിലും അങ്ങനെയൊക്കെ അല്ലേ? കൊച്ചിയിലും പാലക്കാടും ഉണ്ട് ഇഷ്ടംപോലെ. പാലക്കാട്, കൊല്ലം. എന്ത് ടീച്ചറാണ്? പ്രൊഫഷൻ? ഡാൻസും പിന്നെ ഡ്രോയിങ് കൊണ്ട് വരയ്ക്കുമല്ലേ? നന്നായിട്ട് വരയ്ക്കുള്ളൂ. ആണോ? സൈത്തിന് വരച്ചിട്ടുണ്ടോ ചോദിക്കട്ടെ? വരച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാ ഹണിമൂണ്, ട്രിപ്പ് കാര്യങ്ങളൊക്കെ? ഹണിമൂണ് പോണം, പക്ഷെ ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ കുറച്ച് കല്യാണം ഉണ്ട്. പിന്നെ ഇവരുടെ പെങ്ങൾ പ്രഗ്നന്റാ. അപ്പൊ 8ാം മാസമാണ്. അതിന്റെ തിരക്ക്. പിന്നെ വീട് ഓപ്പണിംഗ് ആണ് അടുത്ത മാസമാണ്. അല്ല, ഓഗസ്റ്റ്, ഒക്ടോബർ, സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പൊ അതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടൊന്ന്. ഇഷ്ടമാണോ ട്രിപ്പ് പോവാൻ രണ്ടുപേർക്കും? എനിക്ക് ഇഷ്ടമാണ്. ആണ്, ഓൾറെഡി പോയതാണ്. അപ്പൊ ഇനി ശരിക്കും നിങ്ങൾക്ക് ഇനി ഹണിമൂൺ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യമില്ല, കാരണം ഊട്ടി, കൊടൈക്കനാല് എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി. നിങ്ങൾ രണ്ടുപേരും ഒരേ വൈബാണോ അതോ രണ്ടുപേരും രണ്ട് ഇതാണോ? എനിക്ക് സംസാരിച്ചപ്പോ അല്ല, ട്രിപ്പ് മാത്രല്ല മൊത്തത്തില്. അതായത് എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം, ആൾക്കും അതുപോലെയാ. പിന്നെ ഫുഡൊക്കെ നല്ല നല്ല ഫുഡൊക്കെ വെളിയിൽ പോയിട്ട് കഴിക്കാൻ ഇഷ്ടം ആൾക്കും അതുപോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ എടുക്കും, സെൽഫി. ഒരേപോലെയാണ്. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോ തോന്നി രണ്ടുപേരും ഏകദേശം. സൈത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു പേഴ്സണലി ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. ശരിക്കും അങ്ങനെ, അതായത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ ചോദിക്കാൻ, അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇല്ല. ഞാൻ ഇവളെ പരിചയപ്പെടുന്നത് 21 വയസ്സാവുമ്പോഴാണ്. 21 വയസ്സിലല്ലേ? 30 വയസ്സായി. ഓക്കെ. അന്ന് എന്താ പറയാ, അതിന് മുന്നേ ഒന്നും അന്നത്തെ ചിന്ത മൈൻഡ് ഒന്നും ഇല്ല. പക്ഷെ ഫസ്റ്റ് ഒന്നും അറിയില്ലല്ലോ, ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഇത് എന്താണ് എങ്ങനെയാവുന്നൊന്നും ഒരു അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ അങ്ങനെ അടുത്തതിന്റെ ശേഷമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, നല്ല ചിന്തിച്ചിട്ട് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് അതിൽ നിന്നൊന്നും മാറിയില്ല. ഒറ്റതിൽ നിന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതലും എനിക്ക് സജിത്തിനാണെങ്കിലും സ്റ്റെല്ലയാണെങ്കിലും കൂടുതലും കേൾക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ബേബി എന്നുള്ളൊരു സംഭവമായിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആഗ്രഹം ഉണ്ടില്ല എന്നില്ല, പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഞങ്ങളിതെല്ലാം എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ. അറിയാതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ മറ്റുള്ളവർക്കൊക്കെയാണ് ഇതിൻ്റെ ഇങ്ങനെ അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി.
ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദത്തെടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ദത്തെടുക്കല് അല്ലാത്ത വേറെ ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോ അതായത് ഇനിയിപ്പോ സജിത്ത് ഗൾഫ് പോവാന്ന് പറഞ്ഞു, അപ്പൊ ഇനി വീട്ടിലൊറ്റയ്ക്കായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കാനൊക്കെ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല? ഇല്ല, അമ്മയുണ്ടല്ലോ, അമ്മ അച്ഛനുണ്ട്. അമ്മയുണ്ട്. ഞങ്ങളുണ്ട്. അപ്പൊ പെങ്ങളിപ്പോ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് എന്തായാലും വീട്ടിലായിരിക്കും. പിന്നെ പെങ്ങളെ കുട്ടീൻ്റെ 7 വയസ്സാണ് മോൾക്ക്. നല്ല കമ്പനിയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ മാറി നിൽക്കാൻ? അതായത് മാറി നിൽക്കണതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ജോലി വേണ്ടേ? ആണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ലേ, ഹസ്ബൻഡ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ആദ്യം ആള് ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയതാ. ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ആള് പോകേണ്ടിന്നാലേ എപ്പോഴും പോയിട്ടുണ്ടാവും. അതായത് ഞാൻ ഇഷ്ടമായി കഴിഞ്ഞ് ആ സമയത്ത് കുവൈത്തിലേക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കലെല്ലാം കഴിഞ്ഞതാണ്. ആള് പറഞ്ഞു സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ പോവാണെന്ന് ചോദിച്ചു. അതിൽ അന്നത് ക്യാൻസലാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ ഗൾഫ് പോകും. അത് ഇവൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവം മറന്നുപോയി അവള്. പിന്നെ ഞാൻ രണ്ടാമത് എടുത്തിട്ടു. ഈ കാരണം ഞാൻ പോകാത്തത് അത് ഓർക്കണം എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അങ്ങനെയല്ല, നമ്മൾ വലിയ നിലയിൽ എത്താൻ വേണ്ടിയിട്ടല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരൊറ്റ ചോദ്യം ചോദിച്ച് പിടിച്ചു നിർത്തിയല്ലേ എന്നൊക്കെ. അങ്ങനെയാണ്. ഇനിയിപ്പോ പോകുമ്പോ ചോദിക്കുവോ അങ്ങനെ പോണ്ടെന്ന് പറയുമോ? ഇല്ല. പറഞ്ഞ എന്താ ചെയ്യാ? പോവും. പറഞ്ഞാലും പറഞ്ഞില്ലേ നമ്മൾ പോകണല്ലേ. ഓക്കെ. ഇപ്പൊ ഈ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 9 വർഷം എന്നുള്ള ഒരു ടൈം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഫാമിലി സപ്പോർട്ട് 9 വർഷം വന്നിട്ടില്ല. ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയി ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഓക്കെ. 3 വർഷം എടുത്തു നിങ്ങളുടെ ഫാമിലി ഇതാക്കാൻ. കുറച്ച് 4-5 വർഷം എന്തായാലും എൻ്റെ ഫാമിലിയുടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. അമ്മേൻ്റെ ഫാമിലിയിൽ എതിർപ്പ് മീൻസ് എൻ്റെ ഒരു അമ്മാവൻ, അതായത് എൻ്റെ അമ്മാവനും അച്ഛൻ്റെ അനിയന്മാർ അവരൊക്കെ വന്നിട്ട് എന്നെ ഇതേപോലെ എന്താ പറയുക ചോദിക്കല്ലോ, എന്തിനാണ് എങ്ങനെയാണ്, വേണ്ട, നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ എന്ത് പറഞ്ഞു കാര്യമില്ല, എനിക്ക് അയാളാണ് പറ്റുള്ളൂ, ഇല്ലാതെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. അതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് അവർ എന്നോടുള്ള ഇതുണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു. അല്ല എന്നെ ഭയങ്കര കാര്യം എൻ്റെ മാമനൊക്കെ, പക്ഷെ അതില്ലാണ്ടായി. അങ്ങനെ അവരും കൂടിയിട്ടില്ല പരിപാടിക്ക്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ സപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ കല്യാണം കഴിക്കൂ. ഇപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ നടന്നു. പക്ഷെ ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും, അപ്പം നിനക്ക് ഞാൻ ഉണ്ടാവും, നമ്മൾ അത് അങ്ങനെ ആ സമയത്ത് നമ്മൾ പറയല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും സാഹചര്യം അനുകൂലമായി എന്ന് പറയാല്ലേ. എത്ര വർഷം കാത്തിരുന്നതിനൊരു ഫലം കിട്ടി.